ഇതിനിടവുകാർ ഒരുങ്ങിയില്ല. എന്തുകൊണ്ട്? എനിക്കറിയാം, എനിക്കിട്ട് ഇവർ മാക്സിമം പണിയെന്നുള്ളത് അറിയാം. എന്ത് പണി വന്നാലും അത് ഏൽക്കാൻ തയ്യാറായിട്ട് തന്നെയാണ് ഞാനിത് വിടുന്നത്. എൻ്റെ കൂടെയുള്ള വേറെ 2 കൈക്കാരന്മാരുണ്ട്. ഞങ്ങൾക്ക് 3 പേർക്ക് അറിയാവുന്ന ഒരാളെ വേറെ ആർക്കും സംഭവിക്കില്ല. ലോകമെമ്പാടുമുള്ള ജ്ഞാനായ സഹോദരി സഹോദരന്മാരെ, നീണ്ടുപള്ളി ഇടവകങ്ങളിൽ ഞാൻ ജോർജ് കതിലക്കാടൻ, നീണ്ടുപള്ളി ഇടവകക്കാരൻ, വളരെ വേദനയോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ വിടുന്നത്. എനിക്കറിയാം, എനിക്കിട്ട് ഇവർ മാക്സിമം പണിയെന്നുള്ളത് അറിയാം. എന്ത് പണി വന്നാലും അത് ഏൽക്കാൻ തയ്യാറായിട്ട് തന്നെയാണ് ഞാനിത് വിടുന്നത്. നമ്മുടെ ഇടവകയിൽ ഓരോ വൈദികർ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഞാനാണ് ഈ ഇടവകയുടെ അധികാരി. ഞാൻ കഴിഞ്ഞിട്ട് ഇടവക്കാരുള്ളൂ. ഞാൻ എനിക്ക് തോന്നിയതുപോലെ ചെയ്യും. ഇത് ഏതാനും കുറേ ആൾക്കാർ ഈ ലോകയെ പിടിച്ചാലേ സ്വർഗം കിട്ടുകയുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ നരകത്തിൽ പോകും, ഇങ്ങനെയുള്ള ചിന്താഗതിയുള്ള കുറേ ആൾക്കാർ ഇതങ്ങോട്ട് അംഗീകരിച്ചും കൊടുക്കും. ഇങ്ങനെ പല ഇടവകയിലും പല വിധത്തിലുള്ള ഭാരങ്ങൾ ഇടവക ജനങ്ങളെ അടിച്ചേൽപ്പിച്ചിട്ട് ഇവർ തന്ത്രപൂർവ്വം സ്ഥലം വിടുകയും ചെയ്യും. ഇതിന്ന് പലയിടത്തും നടന്നുകൊണ്ടിരിക്കുന്നു. അതിന് എക്സാമ്പിളാണ് ഇന്ന് നീണ്ടുപള്ളി ഇടവക സംഭവിച്ചത്. നമുക്ക് സബ്ജക്റ്റിലേക്ക് കിടക്കാം. 2016 മാർച്ചിൽ നീണ്ടുപള്ളിയിൽ ഒരു പെയിൻ്റടിക്കാരനെ വിളിച്ചു. അന്നത്തെ ഇടവക വികാരിയായിരുന്ന ഫാദർ സജി മെത്താനം. ഈ പെയിൻ്റടിക്കാരൻ സംക്രാന്തിയിലോ എവിടെ ഉണ്ടായിരുന്ന ഈ തെങ്കാശിയിൽ നിന്നും റൈറ്റ് ഓഫ് ചെയ്ത് തെണ്ടി വന്ന് വിളിച്ചാൽ സംക്രാന്തിയിലുണ്ടായിരുന്നു. ഇവനെ വിളിച്ച് സൺഡേ സ്കൂളിൻ്റെയും പാരിഷ് ഹാളിൻ്റെയും പിന്നെ പള്ളി മുറിയുടെയും 2 കുരിശുകളിലും കൂടി പെയിൻറ്റ് വാരി തൂക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കോൺട്രാക്റ്റ് കൊടുത്തു 2016 മാർച്ചിൽ. ഈ കോൺട്രാക്റ്റ് കൊടുത്തത് കൈക്കാരന്മാരോ അന്നത്തെ കമ്മിറ്റിക്കാരോ കമ്മിറ്റി കൺവീനറോ ഇടവജനോ ആരും അറിഞ്ഞിട്ടില്ല. പെയിൻ്റടി തുടങ്ങി അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഈ കൈക്കാരൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇതെന്നാ സൺഡേ സ്കൂൾ പെയിൻ്റ് അടിച്ചുകൊണ്ട് ഇതെന്നാണ് നിങ്ങൾ ഇവിടെ പണി ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ ആരാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഈ അച്ഛൻ ഇരിക്കുന്ന ഇടവകയിൽ ഞങ്ങളാണ് പെയിൻ്റടി സാധനം നടത്തുന്നതെന്ന് പറഞ്ഞു. അച്ഛനോട് ഇവരെന്ന് ചോദിച്ചപ്പോഴത്തേനും പറഞ്ഞു അത് കുഴപ്പമില്ല, അവർ നല്ല പണിക്കാരെ എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാണെന്ന് പറഞ്ഞു. ഈ പണിക്കാരെ എങ്ങനെ കൊണ്ടുവന്നു, എന്ത് റേറ്റിന് കൊടുത്തു, ഇതിനാലൊന്നും ഈ കൈക്കാരനോട് മിണ്ടിയിട്ടില്ല. അപ്പം ഇവർ അവിടെ പണി തുടങ്ങിയതിൻ്റെ 3-ാം ദിവസം ശരിക്കും നടന്ന ക്ലിയർ ഫാക്റ്റാണ് ഞാൻ പറയും. ഞാനാണ് രണ്ടാമത് ഈ കേസ് നടത്തിയത്. എനിക്കറിയാവുന്നതുപോലെ വേറെ ആർക്കും ഞാൻ തന്നെയല്ല, എൻ്റെ കൂടെയുള്ള വേറെ 2 കൈക്കാരന്മാരുണ്ട്. ഞങ്ങൾക്ക് 3 പേർക്ക് അറിയാവുന്ന ഒരാളെ വേറെ ആർക്കും സംഭവിച്ചില്ല. ഈ പെയിൻ്റടി തുടങ്ങിയതിൻ്റെ 3-ാം ദിവസം ഇവൻ്റെ ഈ സ്റ്റഫ് ഹോൾഡ് വിട്ടിരുന്ന നില ഇത് മറിഞ്ഞിട്ട് ഒരു പെയിൻ്റടിക്കാരൻ താഴെ വീണ് മരിച്ചു. ഇവൻ മരിച്ചു കഴിഞ്ഞപ്പം ഉടനെ അവർ എല്ലാവരുടെ കൂടി അതിന് വേറെ അവിടെ 2-3 പേരുണ്ടായിരുന്നു, ചിങ്കിടികളുണ്ടായിരുന്നു. കൈക്കാരന്മാരോട് കൂടിക്കൊണ്ട് ഇവരെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ നടത്തി. അന്നൊരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേന് ഇത് ഏറ്റുമാനൂർ സ്റ്റേഷൻ്റെ കീഴിലുള്ള ഏറ്റുമാനൂർ സ്റ്റേഷൻ വന്നു കഴിഞ്ഞപ്പം അന്ന് അവിടെ ഇരുന്ന സർക്കിളും പോലീസുകാരും പറഞ്ഞു, നിങ്ങൾ ഈ കേസ് ഫയൽ ചെയ്യുമ്പം ഇതിനകത്ത് കോൺട്രാക്ടറുടെ പേര് വെച്ച് വേണം ഈ കേസ് ഫയൽ ചെയ്യാമെന്ന് പറഞ്ഞത്. അന്നത്തെ ഇടവക വികാരിയായിരുന്ന ഫാദർ സജി മെത്താനും ഇങ്ങനെ അതിന് സമ്മതിച്ചില്ല. ഇങ്ങനെ ഈ കേസിൻ്റെ ഈ പേപ്പറുകളും കാര്യങ്ങളെല്ലാം ഇങ്ങേർക്ക് വേണ്ട ഒരു സ്റ്റേഷനിൽ എഴുതിപ്പിച്ച് വെച്ചിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എഴുതിച്ച് വെച്ചിട്ട് ഇതുകൊണ്ട് അരമനയെ കൊണ്ട് കൊടുത്തു. എന്നിട്ട് അരമനയിൽ നിന്നും എനിക്ക് ശരിക്കും അറിയത്തില്ല, ഞാൻ അന്വേഷിച്ചപ്പോൾ കേസ് അന്വേഷിക്കേണ്ട ആവശ്യം എനിക്ക് വന്നു. അന്വേഷിച്ചപ്പം ഫാദർ മൈക്കിൾ വെട്ടിക്കാടൻ ഇവിടെ വന്നിട്ട് പറഞ്ഞു, നീണ്ടുപള്ളി വന്നിട്ട് പറഞ്ഞു, ഈ കേസ് അത് അരമന നടത്തിക്കൊള്ളു, ഇതിനകത്ത് നിങ്ങളാരും ഓടേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞു. 2016 സംഭവം ഇത്.
അപ്പം ഈ ഒരു സംഭവം ഉണ്ടായപ്പോൾ ഇത് 3-ാം ദിവസം പെയിൻ്റ് അടി തുടങ്ങിയതിൻ്റെ 3-ാം ദിവസം സംഭവം ഉണ്ടാകുന്നു. അന്നത്തെ കമ്മിറ്റി കൺവീനറായിരുന്ന ഒരു സാറ് പറഞ്ഞു, അച്ഛാ, നമ്മൾക്ക് ഇനി ഈ മരിച്ചയാളിൻ്റെ ഈ കേസിൻ്റെ സംഗതി തീർത്തിട്ട് നമുക്ക് ബാക്കി പണി ചെയ്യിച്ചാൽ മതി പറഞ്ഞപ്പോൾ പറഞ്ഞു, വേണ്ട വേണ്ട വേണ്ട, അത് ഇപ്പം പണി നടന്നോട്ടെ, ഇത് സാരമില്ല, അത് അരമന തീർത്തോളൂ എന്ന് പറഞ്ഞു. ഈ ഭാഗം ഇവിടെ ക്ലോസായി. അപ്പോൾ ഇങ്ങനെ ഒരാൾ മരിച്ചു, അത് അരമന ഏറ്റെടുത്തു. അരമനയെന്ന് പറഞ്ഞു, ഇങ്ങനെ സർവ്വ ഉത്തരവാദിത്വം അവിടെ ഏൽപ്പിച്ചെന്ന് പറഞ്ഞു. പിന്നെ ആരും ഇതേക്കുറിച്ച് അന്വേഷിക്കാനും പോയില്ല. കൈക്കാരന്മാരാട്ടെ ആരും ഈ സംഗതി ഒന്നും അറിയുന്നുമില്ല. പിന്നെ അവർ അച്ഛൻ പറഞ്ഞിട്ട് തന്നെ നിന്നു. ഇതും കഴിഞ്ഞിട്ട് സഭ എന്താക്കിയെന്ന് ചോദിച്ചെന്നാൽ, ഈ വൈദികന് 2016 മാർച്ചിൽ നടന്ന സംഭവത്തിന് ഈ വൈദികന് മെയ്യിൽ ട്രാൻസ്ഫർ കൊടുത്ത് എങ്ങോട്ട് മലബാറിന് 2-3 പള്ളിയുടെ ഇടവക വികാരിയായിട്ട് ഇങ്ങേർക്ക് ട്രാൻസ്ഫർ കൊടുത്തു. ഇങ്ങേർക്ക് ട്രാൻസ്ഫർ കൊടുത്തു കഴിഞ്ഞ് അപ്പോൾ പിന്നെ ഇങ്ങേർക്ക് സമയമില്ല. ഇപ്പോൾ കേസ് പ്രൂക്കാരം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇങ്ങേർക്ക് വരാൻ സമയമില്ല. മലബാറിൽ 2 പള്ളിയുടെ ഇൻചാർജല്ലേ. ഇപ്പോൾ കാലത്തെ കുർബാന, ഉച്ചയ്ക്ക് കുർബാന, വൈകിട്ട് കുർബാന, അങ്ങനെ പല പള്ളിയിൽ ഓടി നടന്ന് ചെയ്യണമല്ലോ. തന്ത്രപൂർവ്വം അങ്ങോട്ട് ട്രാൻസ്ഫർ കൊടുത്തു. ട്രാൻസ്ഫർ കൊടുത്തിട്ട് അടുത്തത് വന്നത് മറ്റത്തൊരു ശ്രീകച്ചമ്മൻ. അപ്പം ഈ പള്ളിയിലന്ന് 3 കൈക്കാരന്മാരുണ്ടായിരുന്നതിൽ ഒരു കൈക്കാരൻ ഈ പള്ളിയിലെ ഈ തറവഴിത്തരം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അവൻ പറഞ്ഞു, എനിക്ക് ഈ പണി വേണ്ട, കാരണം ഇത് ചൊവ്വ നേരെയുള്ള പരിപാടിയല്ല. കാരണം ഇടവ വികാരിക്ക് തോന്നിയ വിധത്തിലാണ് ഇടവ വികാരി ഇത് കൊണ്ടുപോകുന്നത്, വേറെ ആരും ഒന്നും പറയാനില്ല. മറ്റു 2 കൈക്കാരന്മാരും കൂടെ തോന്നില്ല. അപ്പം അവൻ ഈ പണിയിൽ നിന്ന് അവൻ രാജിവെച്ച് അവൻ പോയി. അവൻ പോയിട്ട് ഇതിന് പകരം വേറൊരാൾ കയറി. ഈ കയറിയവൻ റൈറ്ററായിട്ട് മറ്റാണ്, ഏറ്റവും വലിയ സ്റ്റേഷനിൽ നിന്ന് റിട്ടയർഡായവനാണ്. അവനിതിൻ്റെ കേസ് സംബന്ധന എല്ലാ കാര്യങ്ങളും അറിയാമല്ലോ. രണ്ടാമത് ഈ സിറിയാക്ക് മറ്റത്തിലച്ഛൻ വന്നു കഴിഞ്ഞപ്പോൾ ഏപ്രിൽ മാസം 2017 ഏപ്രിൽ കോടതിയിൽ നിന്ന് പേപ്പർ വന്നു കഴിഞ്ഞപ്പം അച്ഛനവിടെ ഇല്ലായിരുന്നു. ഇവൻ്റെ കയ്യിൽ ഇത് കിട്ടി. നോക്കിയിട്ട് അച്ഛനോട് പറഞ്ഞു, അച്ഛ, ഇത് ഇന്ന പോലെയാണ്, ഇത് സംഗതി ഇച്ചിരി കോംപ്ലിക്കേറ്റഡാണ്, ഇത് പള്ളിയുടെ പേരിൽ പ്രശ്നങ്ങൾ മുഴുവൻ വരും, അപ്പോൾ അതുകൊണ്ട് ഇത് ഒരു അഡ്വക്കേറ്റിനെ കണ്ട് ഇത് കോടതിയിൽ ഹാജരാകണം. പേപ്പറും കൂടെ തരാൻ പറഞ്ഞു. ഇങ്ങനെ ഈ പേപ്പർ മേടിച്ചിട്ട് നേരെ അരമനയിലോട്ട് പോയി. ഇത് ഈ കൈക്കാരൻ എന്നോട് പറഞ്ഞ വിവരമാണ് ഇത്. ഇങ്ങനെ നേരെ അരമനയിലോട്ട് പോയിട്ട് വന്നിട്ട് പറഞ്ഞു, ആ സംഗതികളെല്ലാം അച്ഛൻ കൈകാര്യം ചെയ്തെന്ന് പറഞ്ഞു. അത് അരമന കൈകാര്യം ചെയ്തോളൂ, നിങ്ങളൊന്നും അറിയേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് 2014 സംഭവം നടക്കുന്നത്. ഇതും കഴിഞ്ഞിട്ട് പിന്നെ ഇതേക്കുറിച്ച് ഇടവക്കാരാട്ടെ, പിന്നെ വന്ന ഇടവകാരിയാട്ടെ, അത് കഴിഞ്ഞ് ഈ വൈദികൻ 3 വർഷം അവിടെ ഇരുന്നു. ഈ ശ്രീയാക്ക് മറ്റത്തിലച്ഛൻ 3 വർഷം അവിടെ ഇരുന്നു. മറ്റേ അങ്ങേരെ അവിടെ ഇരുന്ന് ഈ സംഗതി ഉണ്ടായി കഴിഞ്ഞപ്പോഴേ ഉടനെ അങ്ങേരെ തന്ത്രവും അവിടെ നിന്ന് ട്രാൻസ്ഫർ ആക്കുകയും ചെയ്തു വരും. ഈ മറ്റത്തിലച്ഛൻ പോയി കഴിഞ്ഞ് ഇത് ഫാദർ ഷാജി വടക്കേത്തൊട്ടി അവിടെ വന്നു. അപ്പോൾ 2022 ഞാൻ കൈക്കാരനായിട്ട് അവിടെ കയറുന്നത്. അന്നേരവും ഞങ്ങളിവിടെ പ്രയോഗ ഇങ്ങനെയാണ്. ഇവിടെ ഇങ്ങനെയൊരു സംഭവം അറിയത്തില്ല, ഇങ്ങനെയൊരു കേസേ ഇല്ല ഇവിടെ. ഞാൻ 2022 ഞാനും എൻ്റെ കൂടെ വേറെ 2 പേരും, ഞങ്ങൾ 3 കൈക്കാരന്മാരുണ്ട്. 2023 മാർച്ചിൽ ഒരു പൊതുയോഗം നടന്നപ്പം ഫാദർ ഷാജി വടക്കേത്തൊട്ടി, അന്നേരത്തെ ഇടവകാരി പറഞ്ഞു, ഒരു പേപ്പർ എടുത്ത് കാണിച്ചു, പള്ളി കുർബാനയ്ക്ക് അത് വായിക്കുക പോലോട് ചെയ്തിട്ടില്ല, ഇവരുടെ പേപ്പർ എടുത്ത് കാണിച്ചിരിക്കുന്നു. ഇത് അരമനയിൽ നിന്ന് വന്ന ലെറ്ററാണ്, അരമനയ്ക്ക് കോടതിയിൽ നിന്ന് കിട്ടിയതാണ്. ഇവിടെ പണ്ടൊരു പെയിൻറ്റിങ് തൊഴിലാളി 2016 വീണ് മരിച്ചായിരുന്നു. അയാൾക്ക് അതിന് നഷ്ടപരിഹാരം കൊടുക്കാനാണ് ഇത്. ഇപ്പോഴാണെങ്കിൽ 7 ലക്ഷം രൂപ കൊടുത്താൽ മതി, അല്ലെങ്കിൽ ചിലപ്പോൾ 10-15 ലക്ഷം രൂപ കൊടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾക്ക് ഈ സംഭവം അറിയത്തില്ലല്ലോ. അന്നേരം പറഞ്ഞു, ഇത് അരമന നടത്തിക്കോളൂ എന്നല്ലേ പറഞ്ഞു. അരമനയല്ലേ ഇരുന്ന് അതേണ്ട എല്ലേ കിട്ടിയ പേപ്പർ ഇതാന്ന് പറഞ്ഞു ഇങ്ങേര് പറഞ്ഞു. അപ്പം ഞങ്ങളുടനെ ഒരു കമ്മിറ്റി ഫോം ചെയ്തു, 3 പേരെ അതിലാക്കി. ഈ കേസിൻ്റെ ഈ കേസ് എന്നാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് 3 പേരെ നിയമിച്ചു. ഇവർ 3 പേരെ അവിടെ ചെന്ന് പിറ്റേ ദിവസം അവിടെ ഞായറാഴ്ച പൊതുയോഗം കഴിഞ്ഞ് തിങ്കളാഴ്ച അവിടെ ചെന്ന് അന്വേഷിച്ചത്. അതിൽ ഒരാൾ എന്നോട് പറഞ്ഞു, ജോർജ്, ഷടേന്ന് അരമനയിൽ നിന്ന് ആ പേപ്പർ മുഴുവൻ മേടിച്ചാൽ അത് മുഴുവൻ കുളം തോണ്ടി വെച്ചിരിക്കുകയാണ് അത്. അപ്പം അരമനയിൽ ഈ കേസ് നടത്തിയതാരാന്ന് ചോദിച്ചെന്നാൽ, ഇപ്പം നമ്മുടെ നവീകരണ സമിതിയുടെ കേസ് നടത്തുന്ന അഡ്വക്കേറ്റ് അജി
അഡ്വക്കേറ്റ് അജിയാണ് ഈ കേസ് നടത്തുന്നത്. അതായത് ഇങ്ങേര് സീറോ മലബാർ സഭയുടെ PROയും നമ്മുടെ രൂപതയുടെ വക്കീലുമാണ്. ഇങ്ങേരാണ് ഈ കേസ് നടത്തുന്നത്. ഇപ്പോൾ പറഞ്ഞു ഇതെല്ലാം കുളം നോട്ടി വെച്ചിരിക്കുകയാണ്, ആ പേപ്പർ ചടങ്ങുകൾ മേടിച്ചോണമെന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ ചെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും പുള്ളി പറഞ്ഞു എന്നെക്കൊണ്ട് ഇനി ഇത് നടത്താൻ പറ്റത്തില്ല, വേണ്ട എല്ലാം തന്നേക്കാൻ ഒരു NOC നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് തന്ന് ഈ കേസും പേപ്പറും എല്ലാം കൂടെ കൂടിക്കൊണ്ട് തിരിച്ചു തന്നു. ഞങ്ങൾ പിന്നെ വേറൊരു വക്കീലിനെ പിടിച്ചു, ഇത് അഡ്വക്കേറ്റ് ബോബി. അങ്ങേര് ഫ്രീ ആയിട്ടാണ് ഈ സംഗതി മുഴുവൻ നടത്തിയത്. അപ്പം 2016 ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ട് 2023 വീണ്ടും ഇടവക ജനത്തിനോട് ഇങ്ങനെ ഒരു വിധി വന്നിരിക്കുന്നു പറഞ്ഞു ഇവർ പറയുന്നത്. അപ്പോൾ 7 വർഷം, ഈ 7 വർഷത്തിനിടയ്ക്ക് 7 14 15 16 പുതിയ നീണ്ടുപള്ളി നടന്നിട്ട് ഒരു മനുഷ്യനും ഇവരറിഞ്ഞിട്ടില്ല, ഇവരാരും പറഞ്ഞില്ല, ഒരു വൈദികനും പറഞ്ഞിട്ടുമില്ല. ഇത് തന്നെയല്ല, അന്നത്തെ കമ്മിറ്റി കൺവീനറായിരുന്ന അദ്ദേഹം പറഞ്ഞതാണ് ഈ കേസ് നമുക്ക് തീർത്തേച്ചിട്ട് ഇനി പണി ചെയ്താൽ മതിയെന്ന് പറഞ്ഞു. പക്ഷേ അന്ന് ഈ സംഗതി തീർക്കുമായിരുന്നുവെങ്കിൽ നീണ്ടുപള്ളി ഇടവക്കാരെ സംബന്ധിച്ച് അവരാരും ഒരു പ്രശ്നത്തിന് പോകുന്നവരല്ല. എനിക്ക് പരിപൂർണ വിശ്വാസമുണ്ട്. അന്ന് അവിടെ ഒരു പൊതുവോ കാര്യങ്ങളെ കൂടിയിട്ട് അല്ലെങ്കിൽ ഒരു കമ്മിറ്റി കൂടിയിട്ട് ഇന്നപോലെ സംഭവിച്ചു, ശരി നമ്മുടെ ഇടവകയിൽ വന്നു ഒരുത്തൻ പെയിൻ്റ് അടിക്കാരൻ അവൻ വീണ് മരിച്ചു, ശരി നമ്മളെന്തെങ്കിലും അവനൊരു കോമ്പൻസേഷനായിട്ട് നമ്മളെന്തെങ്കിലും കൊടുത്തേക്കാം, 10,000 25,000 50,000 ഇനിയിപ്പോൾ 1,00,000 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇടവക്കാരും ഇതിനൊരു പ്രശ്നം ഉണ്ടാക്കുന്നതല്ല. ഇനി വേണമെങ്കിൽ ആരെങ്കിലും വേണമെങ്കിൽ അത് സ്പോൺസർ ചെയ്തേനെ, ആ പ്രശ്നം അവിടെ തീരാനുള്ളതേ ഉള്ളൂ. പക്ഷേ ഇതിനിടവകാർ ഒരുങ്ങിയില്ല. എന്തുകൊണ്ട്? അവിടെയാണ് ചോദ്യം. ഈ 25,000 50,000 1,00,000 രൂപ കൊടുക്കാൻ ഇടവക്കാർ തയ്യാറായി കഴിഞ്ഞാലും അവിടെ ചോദ്യം വരും, ഈ പെയിൻ്റടിക്കാരൻ എവിടെ നിന്ന് വന്നു, എന്ന് വന്നു, എങ്ങനെ വന്നു എന്നുള്ളത്. അതിൻ്റെ ശേഷം ഇടവകാരിക്ക് കൊടുക്കാനില്ല, കൈക്കാരന്മാർക്ക് കൊടുക്കാനില്ല. അവിടെയാണ് ഇടവകാരി അവിടെ മുങ്ങിയതും അന്ന് ഇത് കോംപ്രമൈസ് ചെയ്ത് തീർക്കാതിരുന്നതും കാര്യങ്ങളെല്ലാം അവിടെയാണ്. കാരണം ഞാൻ 2022 കൈക്കാരനായ 2021 ഈ സംഭവം വരും. ഞാൻ ഇതിൻ്റെ പേപ്പറുകളെല്ലാം എടുത്ത് നോക്കിക്കഴിയുമ്പം അന്ന് നീണ്ടുപള്ളിയുടെ പണി നടന്നുകൊണ്ടിരിക്കുക. നീണ്ടുപള്ളിയുടെ പണിയെല്ലാം കൂടെ 6-7 കോടി രൂപയ്ക്കാണ് തീരുന്നത്. നീണ്ടുപള്ളിയുടെ ഫ്രണ്ട് മോണ്ടളം എല്ലാം പൊളിച്ച് അതിൻ്റെ മുഖഭാരം മുഴുവൻ പൊളിച്ച് അത്രയും വലുതാക്കി പണിത് ആ നീണ്ടുപള്ളിയുടെ മൊത്തം പുതിയതായിട്ട് ചെയ്ത ആ വർക്കുകൾ മുഴുവൻ തീർന്ന് നീണ്ടുപള്ളിയുടെ അകവും പുറവും മണിമാളിക അടക്കം പുട്ടിയിട്ട് മൊത്തം പെയിൻറ് ചെയ്യുന്നതിന് നീണ്ടുകാരൻ ഒരുത്തൻ, ഒരു പെയിൻറ്റിങ് കടയുള്ള ഒരുത്തൻ ആ വർക്ക് എടുത്തിരിക്കുന്നത് 10,00,000 രൂപയ്ക്കാണ്. ഏത് കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നത് 10,00,000 രൂപയ്ക്ക്. അത് അവരെടുത്ത കോൺട്രാക്റ്റ് ഈ വർക്ക്മെൻ കോമ്പൻസേഷൻ ഇൻഷുറൻസ്, അതുപോലെ തന്നെ സെറ്റിൽമെൻറ്റ് എഗ്രിമെൻറ്റ്, ഇതെല്ലാം വെച്ച് റിക്കാർഡിക്കലിയാണ് അവൻ ഈ വർക്ക് എടുത്തിരിക്കുന്നത്. ആ സ്ഥാനത്ത് ഈ 2-3 കെട്ടിടത്തെ ചില പെയിൻറ്റ് വാരി തൂക്കാൻ വേണ്ടിയിട്ട് ഇവന് കൊടുത്തിരിക്കുന്നത് ഞാൻ ആ എഗ്രിമെൻറ്റ് പേപ്പർ കണ്ടു, 10,30,000 രൂപയ്ക്കാണ് ഈ തെങ്കാശിലെങ്ങാണ്ട് കിടന്ന ഇങ്ങേർക്ക് തോന്നിയ ഒരുത്തൻ ഈ പണി കൊടുത്തിരിക്കുന്നത്. യാതൊരു എഗ്രിമെൻറ്റും ഇല്ലാതെ. ഇവൻ യഥാർത്ഥ ഒരു കോൺട്രാക്ട് രജിസ്ട്രേഷൻ ഇല്ലാത്തവന് ഇവൻ ഈ പണി ഈ വികാരി കൊടുത്തിരിക്കുന്നു. നോക്കണം സംഗതിയുടെ പോക്ക്. ഇതും കഴിഞ്ഞ് ഇതേക്കുറിച്ച് അന്വേഷിച്ച് ഞങ്ങൾ വേറെ വക്കീലിനെ കൊടുത്ത് ആ വക്കീൽ അന്വേഷിച്ച് കോടതിയിൽ പുതിയ കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞപ്പം ഈ അരമന ഈ കേസ് ഏറ്റെടുത്ത് അരമനയുടെ വക്കീൽ നടത്തിയത് 7 അവധിക്ക് ഈ വക്കീൽ കോടതിയിൽ ഹാജരായിട്ടില്ല. 7 അവധിക്ക് അരമന ഏറ്റെടുത്ത കേസല്ലേ, ഇത് നടത്തേണ്ടതല്ലേ, ഇടവക്കാരെ അറിയിച്ചിട്ടില്ല. ഇതിൻ്റെ ബാക്കി വേറെ കുറേ സംഗതിയുണ്ട്. പിന്നെ അടുത്ത ഇത് ഞാൻ പറഞ്ഞോളാം.